ഹായ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു താറാവിനെ വാങ്ങാനാണ്. ഇത് കണ്ടില്ലേ, നിറച്ച് താറാവുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരെണ്ണത്തിനെ പിടിച്ച് അവർ ക്ലീൻ ചെയ്ത് തരും. നമുക്ക് ക്ലീൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അത് വെട്ടി നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഒരു താറാവ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അവിടുന്ന് കഴുകി കിട്ടിയ താറാവിനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവർ ജസ്റ്റ് ഫെദർ എടുത്ത് കളയുള്ളൂ. നമ്മൾ ബാക്കിയുള്ള കട്ടിങ്ങൊക്കെ നമ്മൾ നടത്തണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അല്പം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം വിനീഗർ, വെളിച്ചെണ്ണ, കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഉള്ളി, ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മളിന്ന് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് വിറകടുപ്പിലാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ ഒരു ഉരുളി വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ചെറുള്ളിയും വെല്ലുള്ളിയൊക്കെ ഒന്ന് ഇടുന്ന വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ചെറിയ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അതിലല്പം തക്കാളി ചേർക്കുകയാണ്. തക്കാളി ചേർത്ത് തക്കാളിയും കൂടി ഒന്ന് വാടി നന്നായിട്ട് കുഴഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് അതൊന്ന് അതിനകത്തേക്ക് ഇടുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ. 1 കിലോ താറാവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വിനീഗർ, വെളിച്ചെണ്ണ ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ താറാവിലുള്ള വെള്ളം ഒന്നങ്ങോട്ട് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു 1.5 തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2 പാലെടുത്ത് വയ്ക്കുകയാണ്. ആദ്യത്തെ നല്ല കട്ടിയുള്ള 1-ാം പാലും രണ്ടാമതുള്ള ഒരൽപ്പം വെള്ളം കൂട്ടി 2-ാം പാലും എടുത്തിട്ട് നമ്മൾ താറാവ് ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ അതിൽ 2-ാം പാൽ ഒഴിച്ച് 2-ാം പാലിലാണ് താറാവ് കുക്ക് ചെയ്യുന്നത്. ഏകദേശം നല്ല രീതിയിൽ തിളച്ച് കുക്കായി വന്ന് താറാവ് അപ്പം നമുക്ക് വെള്ളം വറ്റും. അപ്പോൾ നമുക്ക് അല്പം കൂടി സെക്കൻഡ് പാല് നമുക്ക് 3-ാം പാലായിട്ട് എടുത്ത് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അതതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ 2 പാൽ ഒഴിച്ചാൽ മതി. അതല്ല വെള്ളം കുറവാണെങ്കിൽ താറാവിൻ്റെ വേവ് അനുസരിച്ച് വെള്ളം കുറവാണെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ 2-ാം പാൽ കിടന്ന് മീറ്റ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യുകയാണ്. 1-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് അത് നമ്മൾ വലതുവശത്തേക്ക് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ അതൊന്ന് വലതുവശത്തേക്ക് ഇളക്കി നല്ലൊരു ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു 1-2 മണിക്കൂറിന് മുമ്പ് നമ്മൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ അത് സെർവ് ചെയ്യുന്ന സമയത്താകുമ്പോഴേക്കും നമുക്കിത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിനകത്ത് ഗരം മസാലയോ അങ്ങനെയുള്ള യാതൊരു വക മസാലയും ഇടുന്നില്ല. സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ ഇതിൽ 3-ലാണ് നമ്മൾ പിന്നെ ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള നമ്മുടെ ഐറ്റംസിൽ ചേർന്നാണ് ഇത് വേവുന്നത്. അപ്പോൾ താറാവ് മപ്പാസ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.